ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് വിഷു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം വിഷു ബിഗ് ബോസിലായിരുന്നു. ഇക്കൊല്ലം നമ്മുടെ വീട്ടിൽ ആഘോഷിക്കുകയാണ്. വീട് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വീടല്ല, നമ്മളിപ്പോൾ മാറിയിട്ടുള്ള വാടക വീട്ടിലാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രൗഡ് മൊമെന്റും ഉണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പനെ എല്ലാ ദൈവങ്ങളും കൂടിയിട്ടാണല്ലോ എന്നെ ഒരു ഈ നിലയ്ക്ക് എത്തിച്ചത്. ദൈവങ്ങളെ മറന്ന് നമ്മളൊരു കളി കളിക്കാറില്ലല്ലോ, പക്ഷെ ഞാൻ അങ്ങനെയാണ് കേട്ടോ. എന്താ ഒരു സ്റ്റാച്ചു ഇരിക്കുവേ, എന്തൊന്നും ഇണ്ടാത്തേ എല്ലാമേ ദൈവങ്ങളുള്ള കാര്യം തന്നെ ബിഗ് ബോസ് അല്ലേ എല്ലാമേ. ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു ഉടുപ്പ് മാറ്റിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചേച്ചി അഞ്ചനാണ്. വലിയമ്മ ചേച്ചി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയമ്മ വന്നിട്ടുണ്ട്. വലിയമ്മ പഠിച്ചു പറയുന്നത് കിടന്ന് ഉറങ്ങാണ്. വിഷുവിന് കണി വെക്കുന്നത് പോലും നാളെ രാവിലെ എണീറ്റ് കണി കണ്ടാൽ കാണും, അതാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ നമ്മൾ കണി വെക്കാനുള്ള ഉടുപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണനെ നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഉടുപ്പിച്ചിട്ട് കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാല കൃഷ്ണനെ അതുപോലെ സെറ്റപ്പ് ആക്കാൻ പോവാണ് അല്ലേ മോനെ. എന്താവുക കുട്ടീൻ്റെ അമ്മ ഈ വീട് കയറിയ സമയത്ത് നമ്മളെ ചന്ദനം തൊട്ടുണ്ടായിരുന്നു. ആ ചന്ദനം ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്, ഈ തലാട്ടും. അപ്പൊ നമ്മൾ വെള്ളരിക്ക മേടിച്ചിട്ടുണ്ട്, പുതിയ വിളക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ പുതിയ വിളക്ക് തട്ട് എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഒരുക്കം തുടങ്ങട്ടെ. ഓക്കെ, പൊടി കേട്ടോ ഗൈസ്. ഇതിന്റെ മുകളിൽ വെച്ചാലോ തണ്ണിമത്തിന്റെ ഈ സാധനങ്ങളുടെ മുകളിൽ വെച്ചാലോ അതായാലും കുഴപ്പമില്ല, കൃഷ്ണനെ ഇട്ടാലും കുഴപ്പമില്ല. ഗൈസ്, ഇവിടെ പുതിയ ആചാരം വെക്കുന്നത് എൻ്റെ വീട്ടിലെ പുതിയ തിരുമേനിയാണ് എൻ്റെ ചേച്ചി. നമ്മള് മുമ്പത്തെ കൊല്ലവും കഴിഞ്ഞ കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. മുമ്പത്തെ കൊല്ലം കാര്യങ്ങളൊക്കെ നമ്മൾ സ്വർണ്ണമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കൈ മുറിച്ചിട്ടുണ്ടേ. അപ്പോൾ കൈ മുറിച്ച് കാണിക്കും. ഒരു 4 സ്റ്റിച്ച് അത്രേ ഉള്ളൂ കേട്ടോ. മോളെ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ സ്വർണ്ണം വീടാ ഇതിലും തഞ്ചു അതിനാ അത് സ്വർണം കാണുന്നത് നമ്മള് കണ്ണു നിറഞ്ഞ് കാണാൻ വേണ്ടിട്ട് വേറെ ഒന്നുമില്ല. കണ്ണൂർന്ന് കാണാൻ കൃഷ്ണനല്ലേ. കൃഷ്ണന്റെ കൂടെ തന്നെ ഉരുളിയില് അരി, പുഴുക്കലരിയോ അങ്ങനെ വെക്കണ ഇതിൽ അരി, നെല്ല്, വെള്ളരി, അതേപോലെ തന്നെ നമ്മുടെ ഉള്ള പച്ചക്കറികള്, നമ്മുടെ ഉള്ള പച്ചക്കറികള്, പഴങ്ങള്, പിന്നെ കോടിമുണ്ട് വെക്കണം. കോടിമുണ്ട്, സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളത് എന്താ വെച്ചാൽ അതൊരു തരി സ്വർണം, നാണയങ്ങള് അങ്ങനെയുള്ളതൊക്കെ വെക്കുക. വാൽക്കണ്ണാടി ഉണ്ടെങ്കിൽ വാൽക്കണ്ണാടി വെക്കുക. ഉടയാട, വാൽക്കണ്ണാടി, ഉടയാട നമ്മള് അമ്മയുടെ മാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. കൃഷ്ണൻ ഇട്ട് കൊടുക്കണം. കൃഷ്ണനല്ലേ നോക്കുക നമ്മൾ ശരിക്കും കൊടുത്തോ. ഇട്ട് കൊടുത്ത പിന്നെ ഉരമ്പാളെന്ന് തോന്നുന്നുണ്ടായിരിക്കും. പറയല്ലേ അമ്മ, കൃഷ്ണന് അമ്മയുടെ സ്വർണ്ണമാല ഇടിച്ചോ? അത് ഇട്ടാ പിന്നെ ഊരാൻ പാടില്ലല്ലോ. കൃഷ്ണൻ അമ്മയുടെ സ്വർണ്ണമാല ഇടിച്ചോ? ഇനി ഇട്ടേ കഴിഞ്ഞാൽ അത് ഊരിയെടുക്കാൻ പാടില്ലല്ലോ. ഗുരുവായൂർക്ക് കൊണ്ടേ സമർപ്പിക്കണ്ടേ? കൃഷ്ണൻ 2 ദിവസം കിടന്നോട്ടെ. കൃഷ്ണൻ 2 ദിവസം കിടന്നിട്ട് ഇപ്പൊ കരയോടെ പോയിട്ട് മൂലിക്ക് തരും. അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ടില്ല കൃഷ്ണൻ. ഊരി തരും. തലയെ കൂടി ആയിട്ട് പിന്നെ കുറച്ചടിക്ക് ഇറക്കിടി. അടിയിറക്കി ഭംഗിയുണ്ടായി. ഭയങ്കര അങ്ങനെ കിടന്നോട്ടെ, കുഴപ്പമില്ല. പൂനൂല് കിടക്കണ പോലെ കിടന്നോട്ടെ. ഇങ്ങനെ കിടക്കണ്ട ശരിക്കും. നന്നായിട്ട് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് വാഷ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവരണം. നമ്മൾ കുറച്ചേ മേടിച്ചിട്ടുണ്ടോ. ചക്ക തന്നെ ഉണ്ട്. ചക്കയും ഉള്ളിൽ കൊള്ളില്ല തോന്നുന്നുണ്ട്. പുറത്ത് വെക്കണം, പുറത്ത് വെച്ചാൽ മതി. അതെ, ചക്കയും ഉള്ളിൽ ആദ്യം കുറച്ച് അരി ഇടും. അരിയൊക്കെ ഇടണോ? അരിയൊക്കെ ഇട്ടിട്ട് കഴിച്ചു. ഞാൻ നിങ്ങൾക്ക് പകുതിയായിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിക്കാൻ തോന്നുന്നുണ്ട് നല്ലത്. നമ്മൾ ഫ്രൂട്ട്സും പൈനാപ്പിൾ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മോളെ ഇത് മതി. ഉടുപ്പിക്കലൊന്നും ഇനി വേണ്ട. ഒരു കോടിമുണ്ട് പോലെ അത് വെക്കണം. അത് അവിടെ ഇരുന്നോട്ടെ. പുതിയ മുണ്ടാണോ അത്? ആണോ? എന്റെ പുതിയതുണ്ടായിരുന്നില്ല പൊട്ടിക്കാത്തത്. അപ്പൊ കോടിമുണ്ട് പറഞ്ഞു ഉപയോഗിക്കാത്ത ഒരെണ്ണം വെച്ചാ മതി. അതൊന്നും കണ്ടിട്ട് കോടിയായിട്ട് തോന്നണല്ലേ. നമ്മള് മേടിച്ച സാധനം കാണിച്ചു കേട്ടോ. അമ്മ ഈ വിളക്ക് പുതിയത് മേടിച്ചു. അമ്മ ഫാൻ ഓഫ് ചെയ്യൂ, ശബ്ദം കേൾക്കും. ഓഫ് ചെയ്യൂ, വേറെ കുഴപ്പമില്ല. ഫാൻ ഓഫ് ചെയ്യും. ഫ്രണ്ടിൽ വന്ന് കേറിട്ടാ അതെയാ എന്തെങ്കിലും വീഡിയോ എടുക്കും. ബാക്ക് കാണിച്ചു നോക്കും. അമ്മ കളിക്കുന്ന ഡ്രസ് ഇപ്പൊ എന്തൊക്കെ കാണിച്ചാണ്. ഇതിന്റെ മുകളിലാണോ ആപ്പിൾ മുന്തിരിക്ക് നോക്കിയേ? അതിന് വിവരല്ലാണ്ട് ഇന്ന് പോയിട്ടേ എന്തോ ഒന്ന് പറഞ്ഞു ആരോടെ ഇവിടെ പോയിട്ട്. ആ തളികയിൽ വെച്ചാൽ മതി. തളികയില് ജയ ഒക്കെ കണ്ട് ജയന്നൊക്കെ നോക്ക്. തളിക ഈ ഒരു തളികയും നമ്മൾ ചന്ദനത്തിൽ കുത്തിയിട്ട സംഭവമൊക്കെ മേടിച്ചിട്ടുണ്ട്. പോണു ചേട്ടാ എവിടെ ആരെ പോയിരുന്നു? 220 രൂപ. വിളക്ക് വെക്കൂ, മാങ്ങ നാളികരും വിളക്ക് വെക്കൂ. അമ്മൊന്നും വിളക്ക് വെക്കൂ, വിളക്ക് വെക്കൂ. ഒരു മാങ്ങയൊക്കെ എല്ലാം കഴിക്കണം കേട്ടോ. ഇതെന്ത് മാങ്ങയമ്മ? ഇതെന്ത് മുന്നിൽ കൂടെ നടക്കണ? അതങ്ങനെ ഒരു സൈക്കോ പാർക്കല്ല അമ്മ. മാങ്ങ കഴുകണ്ടല്ലോ, എല്ലാം കഴിക്കട്ടല്ലോ. കഴുകണമെന്നൊന്നുമില്ല. നാളെ അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ കഴുകിയിട്ട് കഴിച്ചാൽ മതി.
അങ്ങനെ എടുത്ത് മുന്തിരിയൊക്കെ ഉറക്കെ തിരുന്ന് കണി കണ്ണു ക്ഷമിക്കണം കണ്ണാന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടാ നമ്മളിതൊന്ന് സെറ്റ് ചെയ്യട്ടോ ലാസ്റ്റ് നിങ്ങൾക്ക് അല്ല ഭംഗി ഞാൻ കാണിച്ചത് അതല്ല നല്ലത് അല്ലേ ഫുൾ സെറ്റ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കും ചിലപ്പോൾ ബോറടിക്കും അപ്പൊ ഞാനിത് സെറ്റ് ചെയ്യട്ടെ ഓക്കെ അല്ല ശരിക്കുള്ള ചക്കയാണ് പക്ഷെ അവര് ഇത് ആ ചക്കയല്ല കേട്ടോ guys, ഇത് വേറെ ഏതോ ചക്കയാണ്. താമര ചക്ക അവിടെ ഉണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്നേ അതാ ഞാൻ വിളിച്ചു വെച്ചാൽ കിട്ടിയോ നമുക്ക് ചക്ക ഉരുളിയിൽ തന്നെ വെക്കാം എല്ലാ ഉരുളിയിൽ വെക്കാമെന്നാണ് എന്റെ വിശ്വാസം അരിമണി ഇട്ടാടി തെണ്ടി അരിമണി ഇടുന്നത് അരിമണി എന്നൊക്കെ പറയുന്ന തിരുമേനി അരിമണി എന്നൊക്കെ പറയുന്നത് നമ്മള് നാടൻ ശൈലിയിലാണ് നമ്മള് വെക്കാറുള്ളൂ പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടില്ലേ ഒക്കെ കൂടി വാരി വെച്ച് അങ്ങോട്ട് വെക്കുന്നുണ്ട് കണ്ടോളി എന്ന് പറയാം അതല്ല ഉദ്ദേശിക്കണത് നാട് ശീലി നോക്ക് ഹലോ മിസ്റ്റർ നമ്മള് കളിക്കുന്നൊക്കെ നല്ല ഭംഗിയില് നമ്മുടെ മെയിൻ സംഭവമാണ് കേട്ടോ മെയിൻ സംഭവമാണ് സാധനം കാണിച്ചിട്ടില്ലേ അത് തട്ടിലും വിളക്കിലും വെക്കാം അമ്മൊന്നും മിണ്ടാണ്ടിരിക്കോ കളിക്കുന്ന പൂ മണിക്കമ്മലാണ് ഇതിൽ നിന്ന് ഞാൻ വിഷുവായിട്ട് പടക്കത്തിലൊക്കെ പൊട്ടിക്കുന്നുണ്ട് അമ്മ നേരെ വെക്കും കൃഷ്ണനെ 100 പുച്ഛം അമ്മയുടെ മുഖത്ത് അതെ കൃഷ്ണനൊക്കെ നേരെ വെക്കും അത് എന്ത് സാധനല്ലേ പൊളിച്ച് തിന്നുടങ്ങി ദൂരണതാ പറയില്ല ഞാൻ മുന്തിരിയൊക്കെ വെക്കണ്ടേ ഇതെന്താ അമ്മ ഇങ്ങനെ ചിരിക്കണേ അത് അങ്ങനത്തെ ഒരു ഫാഷൻ അടിയഞ്ചത് കണി കാണാൻ ബേസിക്കലി ഇങ്ങനെയാണോ നന്തോ വെക്കുക മറ്റേ ഇതിന്റെ മൂടാണോ കാണിക്കാറ് ഇതിന്റെ പൈനാപ്പിളിന്റെ അങ്ങനെയൊന്നുമില്ല പൈനാപ്പിൾ കണ്ടാ മതി നന്ദന വെച്ചാണ് കണി കണിയില്ല അത് കെണിയാണ് കെണി അയ്യോ തുമ്പ് കാണിച്ചു അമ്പുള പറഞ്ഞ തുമ്പ് കാണിക്കും പൈനാപ്പിളിന്റെ പുതിയ മുണ്ട് എനിക്ക് തിരുവാതിരക്കളിക്ക് കിട്ടിയ വലിയ ശക്തിയാണല്ലോ അത് ഇതിന് ഞങ്ങള് മാറ്റാം നമ്മൾ തിരുവാതിരക്ക് കിട്ടിയ നമ്മുടെ മുണ്ടുണ്ടായിരുന്നു ആ മുണ്ടാണ് പുതിയത് വെക്കണ കേട്ടോ ഇതിലെല്ലാം വെക്കാൻ തോന്നുന്നുണ്ട് എവിടെ വെക്കാൻ തിരുമേനി പറയും തിരുമേനാണ് ഇതൊക്കെ വീട്ടിൽ പഠിച്ചു ഇതിട്ടാ അവള് ഞാനും നിങ്ങൾ കാണിച്ചോ അതിനെ കാണിക്കട്ടെ ഞാൻ ആട്ടെ അമ്മയ്ക്കല്ലെങ്കിലും പട്ടാന്ന് ആൾക്കാർ പറയാറുണ്ട് ജന്തുവാ അവൻ കണി വെക്കട്ടെ അമ്മയുടെ ഫാഷൻ ഷോ കാണാൻ നല്ല എടുക്കണേ 5 മണി കാണിച്ചേ ഇവിടെ വരൂ ഇവിടെ വരൂ ഇവിടെ വരൂ ചിന്നന്റെ അളകിന്റെ അമ്മയ്ക്ക് ഗൈസ് ഞാൻ വെക്കട്ടെ 5 തട്ടില് തട്ടിലാണോ അപ്പൊ വിളക്കോ വിളക്കന്നെ നെഞ്ചത്ത് വിളക്ക് പുറത്ത് വെച്ചാൽ മതി അങ്ങനെ എല്ലാം അമ്മ നമ്മുടെ ആക്ഷൻ കണ്ടോ സിനിമയിൽ എടുക്കാം 14 ഇഞ്ച് വിളക്കുന്നൊക്കെ നമ്മള് കോഴിക്കോട് നിന്ന് അടിച്ച വിളക്കാണ് കേട്ടോ തൃശ്ശൂർ നല്ല വിലയാ വിളക്കിന് അടക്കി അടക്കി വെണ്ണ എടുക്ക് തീപ്പെട്ടി എവിടെയാ തീപ്പെട്ടി തരാം ഇതിന് മുകളിൽ കാശ് നാണയം 500 നോട്ട് ഒക്കെ നിരത്ത് 5 കടി കാണാൻ വരുമ്പോ കഴിഞ്ഞിട്ടാണല്ലേ എടുത്തോണ്ടു അമ്മ 500 നോട്ട് കണ്ട എല്ലാ ദിവസവും നമുക്ക് 500 നോട്ട് തന്നെ വരും ഒരു 2 രൂപ വെച്ചിട്ടാണ് ഇവിടെ 1 2 രൂപയുടെ ബഹളം നീ കൂടി പൂവിന് മോളിൽ കൂടെ വെക്കുന്നുണ്ട് 5 നീ പറയും അതിന്റെ തലേ കൂടെ വെക്കാൻ ഞാൻ പൂ വയ്ക്കാൻ പോണ ഘടകം കാണിച്ചു പൂവൊക്കെയാണ് വെള്ളരിക്ക പോയി വെള്ളരിക്കൊന്നും കാണില്ല വെള്ളരിക്കട പിന്നിൽ വെക്കുന്ന എന്തോ 5 ഇങ്ങനെ ചുറ്റി വെക്കണം പൂ അല്ലേ ഫുള്ള് നമ്മൾ ഇതിനെ കാണണം പൂ ഇങ്ങനെ ഇരിക്കണത് കണ്ടു ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതരണം പൂ ഇതർക്കാം കേട്ടോ അപ്പൊ നമ്മളിതാ ഹോൾ സെറ്റ് ആയിട്ടുണ്ട് പൈസ നമ്മള് എണ്ണയൊക്കെ ഒഴിച്ച് വെക്കണം ചന്ദനത്തിരി കത്തിക്കണം ഇനി മണക്കുന്ന നാട്ടിലെല്ലാവരും വരാവോ ചന്ദനത്തിരി ഇങ്ങനെ മണക്കാൻ പാടില്ലേ കൃഷ്ണൻ വെക്കണത് അറിയാണ്ട് മണത്തതാണ് കേട്ടോ ക്ഷമിക്കണം കണിക്കൊന്നൊക്കെ ഓട്ടിയില്ലായിരുന്നു പറഞ്ഞത് മുമ്പ് പറയണ്ടേ നമുക്ക് പരിക്കാൻ തുടങ്ങണം മടിച്ചിട്ട് ഇരിക്കുന്നു അടിയില് കണിക്കൊന്ന പറഞ്ഞാൽ അടിയിരിക്കുകയാണ് നമുക്കിനി നമ്മുടെ ഇതൊരു വിഷുവിന്റെ കണിയായിട്ട് ഇടിയോടെ തോന്നുന്നു അത്ര ലെങ്ത് തോന്നൂല്ലേ കണിയുടെ പറയണം ജയ മറ്റേ ജയ ഫോൺ വിട്ടിട്ട് ജയ
പ്രതുവിന് വരാണ്ട് വെച്ചു സുഖായി. നമുക്ക് ചന്ദനത്തിൽ എത്ര വയ്ക്കേണ്ട തിരുമേനി? ആ 2 നമ്മൾ വെക്കാറ്. 3 തിരുമേനി പറയും. അവര് കൂട് വെക്കാൻ പറഞ്ഞാൽ കേൾക്കുവോ? ഒരു കൂടുതൽ വെക്കലേട്ടാ. നമ്മള് 2 ചന്ദനത്തിരി മുണ്ടെന്താ ഇറക്കി വെച്ചാൽ മുണ്ടിറക്കിട്ട് വെക്കുക. അതിന്റെ ഉള്ളിൽ ഒന്നല്ലേ മുണ്ട്, അല്ലെങ്കിൽ നാളെ തീപിടുത്തത്തിന് ഫയർഫോഴ്സിനെ വിളിച്ച് വരുത്തേണ്ടി വരും. അതിന് വേണ്ടി എനിക്കിത് പതാ. ഓക്കെ ഗൈസ്, നമ്മള് എണ്ണ ഒഴിക്കണം. തിരി ഇതിലുണ്ട് മോളെ. എണ്ണ നോക്കിയ ഫോക്കസ്, എണ്ണയിലേക്ക് ഫോക്കസ്. എണ്ണയിലും പിശുക്കത്തരം. മതി മതി. വിളക്ക് നേരെ വെക്കണ്ട മോളെ. തിരുമേനിയല്ലേ, ഞാൻ ഒന്നും പറയണില്ല. നേരെ വെക്കണം മോളെ. ആ പൂജാമുറി അടച്ചേക്ക് മതിയില്ലേ? കിഴക്കോട്ടാണ് നമ്മളിടുക. കിഴക്കെന്ന് പറഞ്ഞാൽ കിഴക്ക് അതാണ് കിഴക്കിട്ടോ. 2 തിരിയാണ് ഇവിടെ ഇടാറ്. എല്ലാ പ്രാവശ്യവും 2 തിരിയാണ് ഇടാറ്. കൂടുതൽ തിരുമേനി പറഞ്ഞാലും ഞങ്ങൾ കേൾക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും മതി. അങ്ങനെ ഉണ്ടാക്കാറില്ലേ? ഓരോടി നിന്നോട് അത് ദോഷാന്ന് പറഞ്ഞേക്കണേ. ഇങ്ങനെ ഇട്ടോട്ടാ. നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് എത്തിക്കാറുണ്ട്. ഇങ്ങനെ ഐശ്വര്യം വരാറ്. നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ ബിഗ് ബോസ് എത്തിയത്. അത് മതി അല്ലേ? നമ്മൾ എങ്ങനെ ഇടും? കഴിഞ്ഞ പ്രാവശ്യം വരെ ചാക്കിയും കൂടി അത് വരെ സമാധാനം ഉണ്ടായിരുന്ന വീടായിരുന്നു. അതിൽ പോയോട് കൂടി പോയ സമാധാന. ഇപ്പൊ കമന്റ് ബോക്സിനനുസരിച്ച് ചെയ്യുന്നത്. നമ്മുടെ എന്താ ഒരു മിനിറ്റ്. ഗൈസ് നമ്മളിതാ പണിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മള് ഈ 4 മണി 4:15 വിളക്കെത്തിക്കുക, കൃഷ്ണനെ കാണുക എന്നുള്ളതാണ് ഐതിഹ്യം എന്ന് തിരുമേനികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വരൂ ഒന്നാ ആ ഓക്കെ. ക്ലാരിറ്റി ചെയ്യുന്നുണ്ട് എന്റെ ചേച്ചി കുറെ നേരം വീഡിയോ വീണ്ടും എടുക്കുന്നു. കൃഷ്ണൻ ചേരുന്നു ഇപ്പോഴോ? ആ കൃഷ്ണൻ കറക്റ്റാണോ? അഞ്ചോടെ നിന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കൃഷ്ണൻ കറക്റ്റാണോ അല്ലേ എന്നുള്ളത്. പൈനാപ്പിൾ ഒറ്റ കുത്തിന്. അപ്പൊ നമ്മള് ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നാളെ നീക്കുക, വിളക്കത്തിക്കുക, കൃഷ്ണനെ കാണുക, ഐശ്വര്യങ്ങൾ നിറഞ്ഞു തരും. മഞ്ഞപ്പട്ടൊക്കെ വേണ്ടതായിരുന്നു. മഞ്ഞ നിറഞ്ഞു കൊടുക്കട്ടെ കൃഷ്ണ. ഗുരുവായൂരപ്പ, ഞങ്ങൾക്ക് ഇരിക്കാനൊരു വീട്, അടുത്ത കൊല്ലം ഞങ്ങൾക്ക് ഒരു വീട്ടില് കണി വെക്കാൻ പറ്റണേ. മൊബൈലിലല്ല കൃഷ്ണ. അതെ, കൃഷ്ണനെ നോക്കി പറയണില്ലേ? അഭിനയ സിംഗം. മൊബൈൽ നോക്കിട്ട് ഞങ്ങൾക്ക് അമ്മ കഴിഞ്ഞു. അമ്മ വീട് കിട്ടണേ ഭഗവാനേ. നമ്മളിതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നാളെ വിളക്കെത്തിച്ചിട്ട് അതിലത്തെ നാളേരെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ തലക്കെറിഞ്ഞ് ഉടക്കാന്ന് വെച്ചിട്ടോ. നമുക്ക് നാളെ വിളക്കെത്തിച്ചിട്ട് കാണാം. ഓക്കെ, ഇതൊന്ന് നമ്മൾ കമ്പിത്തിരി കത്തിക്കില്ല. തിരി കമ്പിത്തിരി മൊത്തം പോ. ഓക്കെ, ബൈ ഗൈസ്, ബൈ. ഉറക്കട്ടെ. ഗൈസ്, രാവിലെ തന്നെ പടക്കങ്ങളില്ലാതെ എന്ത് വിഷു പടക്കം പൊട്ടിയാൻ പോവാണ്. ഒരാൾ വന്നിട്ടിരിക്കുന്നുണ്ട്. അവളുടെ കൈവേന എടുത്തിട്ട് അവൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉറങ്ങിയിട്ടുള്ളൂ. ഞാൻ പിടിച്ച് എണീപ്പിക്കുകയും ചെയ്തു. എന്ത് ചെയ്യുന്നു? കൈവേനുണ്ട് അഭിനയിക്കുക. അതൊന്ന് പിടിക്കും. ഞാൻ മെഴുകുതിരെത്തിയിട്ടെ മുഖത്ത് അങ്ങോട്ട് നോക്കാൻ പറ്റണില്ലേ? ഫോണെടുത്ത് അപ്പുറേക്ക് അറിയാതെ ഉറക്കത്തില് കണ്ടെന്നെ വയറും തട്ടി വീഴരുത്തിട്ടാ. നല്ല കണ്ടല്ലോ ഫോണിന്റെ അല്ലേ? നല്ല കാറ്റെന്തൊരു ചെയ്യാ. പണ്ട് മുതലേ നല്ല ബുദ്ധിയുണ്ട്. ശല്യം പൊട്ടുന്ന പടക്കം ശബ്ദമായി പോയാൽ എല്ലാരും കണിയൊക്കെ വെച്ചില്ലേ? കണി കണ്ടില്ലേ? കണി വെക്കല്ലേ ചെയ്തേ. അതിൻ്റെ അല്ലേ കാറ്റിൻ്റെ കത്താത്ത ഗൈസ്. അങ്ങനെ സാഹസികമായി എൻ്റെ ചേച്ചിയിൽ കത്തിച്ചിരിക്കുകയാണ്. കൈ പൊള്ളൂട്ടാ, നോക്കി ചെയ്യും. ഓക്കെ, കത്തിച്ചു ഗൈസ്. ഇനി കമ്പിത്തിരി നമ്മൾ കമ്പത്തിരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അടുത്ത കമ്പത്തിയും കൂടി കത്തി കേട്ടോ. പെട്ടെന്ന് കത്തി തീരുന്നുണ്ട്.
എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. നിങ്ങൾ സേഫായി പടക്കം പൊട്ടിക്കുക, കൈമൂന്നാക്കരുത്, എന്നെ പോലെ ചെറിയ പിള്ളേരെ പോലെ സ്വഭാവമാക്കരുത്. ഓക്കെ, മകവാറിനെ കൂടെ എടുക്കാം. കുറേ നാളായി ഈ മണക്കെ ഇപ്പോഴായി മണം. തമിഴിനോട് ഒരു ഫോട്ടോ എടുക്കുമോ? തമിഴിനോട് ഒരു ഫോട്ടോ എടുക്കുമോ? അതിൻ്റെ ഒപ്പം തന്നെ എടുക്കാം. എല്ലാവർക്കും ഹാപ്പി വിഷു. ഫോട്ടോ എടുക്കാം. എനിക്ക് തീ കൊണ്ടുള്ള പരിപാടി ഭയങ്കര പേടിയാണ് ഗൈസ്. ടെറസിന്റെ മുകളിലാണ് ചെയ്യുന്നത്. പെട്ടെന്ന് കഴിയുന്നു. ഇത് ഇതാക്കിക്കോ. തലച്ചക്രം കത്തിക്കാൻ എൻ്റെ ചേച്ചി പുകയും കൊണ്ട് പോകുന്നു. കാലും കൂടെ പിടിക്കും. വരാന്ന് വന്ന് കത്തി പറഞ്ഞോട്ടാ. കത്തിച്ചോ. ഓ എഞ്ചുവാ നീന്തു കാണിക്കാൻ എൻ്റെ മാറ്റിക്കൊക്കെ ആക്കൂ. ആദ്യം കേട്ടാ നീ ചാറപ്പറ പിന്നെ കച്ചാന്തി. ഞാൻ നീ എവിടേക്കറിയാന്നറിയില്ല മോളെ. ചറപ്പറ പോയിട്ട് സാധനം പോലും കത്തിയില്ലല്ലോ. എവിടേക്കറിഞ്ഞ നീ? അവളിവിടെ എവിടേക്കറിഞ്ഞു ഗൈസ്? ഓ അപ്പുറത്തെ പറമ്പിക്കറിഞ്ഞാ? പോയി ഗൈസ് പോയി. നീ കിട്ടാനെ ഞാൻ വീഡിയോ കാണിക്കാട്ടാ. പോയി പോയി ബാക്കിൽ ഒറ്റ വീഴ്ച. ടെറസിന്റെ മുകളിലാണ് കിടന്ന് കത്തിക്കണതേ. അവിടെ സാഹസ്യം ചെയ്തോണ്ടിരിക്കുന്ന ചേച്ചി. ദൈവമേ ചത്തനെ. അപ്പോ ചെറിയ ചെറി എന്റെ ഇടയിൽ കൂടെ അവിടെ കമ്പൂട്ടി പോയി കാണിച്ചു. എപ്പഴത് എപ്പടി ഇത് കാൽമിങ് കഴിയുമെങ്കിൽ പറന്നിട്ടൊക്കെ വരണേ. അവിടെ ഫുൾ മെഴുകുതിരി കത്തിക്കൽ തുടക്കത്തിലാണ്. എറിയുന്നുണ്ട് അവൾ. 5 എന്തെങ്കിലും നടക്കടയോ. ദൈവമേ ഗായ്സ്, ഞാൻ ഇപ്പത്തും ചത്തേര് നിങ്ങക്ക് പറഞ്ഞിട്ട് ഒന്നമ്മന്റെ ജീവൻ ഇപ്പോൾ എനിക്ക് കിട്ടിയെന്ന്. ഞാൻ AC വെച്ച് തലക്കടിച്ച് ഇവിടേക്ക് വീണ 5 കാണിക്കുന്നു. നോക്കിയേ ദൈവമേ, ഇത് വല്ലാത്ത ചതി കേട്ടോ. മിസൈലും ഞാൻ തോന്നണത് മദ്യം ചുവാ പുകയൊക്കെ മുത്തവിടെ. അയ്യോ, ഞാനൊരു മീറ്റർ അകലെ പോയി നിന്നിട്ടാണ് ഈ സാധനം എടുക്കുന്നത്. ഇത് എപ്പോഴേ പിടിക്കാൻ വരുന്നതെന്ന് അറിയില്ല കേട്ടോ. അതവിടെങ്കിലും കത്തി. അപ്പൊ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചേച്ചിയുടെ മൂഡ് ശരിയല്ല കൈസ്. അവളെ കാണിച്ച അവളെ തന്നെ ചിലപ്പോൾ തല്ലിക്കൊല്ലും. കാണിച്ചോട്ടെ അഞ്ചു കൊണ്ട വേണ്ട കേട്ടോ. അവൾ ധാവണി കൊടുത്തിരുന്നവളാ. അവളത് മാറ്റി ചുരിദാറിലേക്ക് മാറി. നമ്മൾ അമ്പലത്തേക്ക് പോകണം. ആദ്യം തിരുവമ്പാടി പോകാമെന്ന് വിചാരിച്ചു. തിരുവമ്പാടി എൻ്റെ വണ്ടിയുടെ ചാവി മാസ്കിൽ കുടുങ്ങി. അതാണ് കേട്ടോ ഞാനിങ്ങനെ അടിക്ക് നോക്കിക്കൊണ്ടിരിക്കണേ. നിങ്ങൾ ചോദിക്കും വലത്തേ വശത്താണോ മീൻസ് എന്താ സാരി കൊടുത്തിരിക്കണമെന്ന് ചോദിക്കും. അത് കറക്റ്റായിട്ട് ഞാൻ ഇപ്പുറത്തേക്കാണ് ഞാൻ ഫ്രണ്ട് ക്യാമറ പിടിച്ചിരിക്കണോണ്ട് കേട്ടോ അങ്ങനെ തോന്നണേ. ഇതേ അവിടെ നിൽക്കുന്നവിടെ. പോട്ടെ ഗൈസ്, ഞാൻ അമ്പലത്തിൽ എത്തിയിരിക്കണം. നമ്മൾ ആദ്യം തന്നെ തിരുവമ്പാടിക്കായിട്ട് പോയി. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. തിരക്ക് കഴിഞ്ഞിട്ട് അസല തിരക്കുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ കാണിക്കണ പോലെ ഒന്നുമല്ല, നല്ല തിരക്കുണ്ടായിരുന്നു സത്യത്തിൽ ഗൈസ്. അങ്ങനെ നമ്മൾ തിരുവമ്പാടിയിൽ വന്നു. ഇന്ന് നമ്മൾ പാർമേക്കാവിൽ എത്തിയേക്കാണ്. ഹലോ മിസ്റ്റർ, കൈ മടിച്ചില്ലല്ലോ, തളവരിലും എന്തെല്ലാം അടിച്ചോ? നമ്മളിപ്പോൾ തിരുവമ്പാടിയിൽ പോട്ടെ ഗൈസ്. കേൾക്കണ്ടോന്നും അറിയില്ല. ഓക്കെ ബൈ. അഞ്ചു അഞ്ചു എന്താന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ അറിയണ. നമ്മളിതാ പറമേക്കാവിൽ തൊഴുതു. ഇനി എവിടേക്ക് പോകുന്നത് ബുജ്ജി? വടക്കുന്നതല്ലേക്ക്. സത്യത്തിൽ നല്ല വെയിലുണ്ട്. ഞാൻ സൺസ്ക്രീൻ പരട്ടിയത് എന്തോ ഒരു ഉപകാരമായി. ഇതൊന്നും പരട്ടിയിട്ടില്ലല്ലേ.
കുറച്ച് പേര് ഇട്ടിട്ടില്ലോ, അതിപ്പോൾ പോകുന്നുണ്ട്. അമ്മ എല്ലാവർക്കും പറ ഹാപ്പി വിഷു പറ അഞ്ചു. ഹാപ്പി വിഷു. അപ്പോൾ എന്നിട്ട് പറയൂല്ലോ മറ്റേ ഒരു ഡയലോഗ് പറയില്ലേ, സൗഹൃദത്തിൻ്റെയും അതിൻ്റെയും ഐശ്വര്യങ്ങൾ നേരത്തെ എന്ന് പറയില്ലേ, അതല്ല നേരത്തെ അതന്നെ നേരത്തെ. ഓക്കെ, നമ്മളിതാ വടക്കുന്നാഥൻ എത്താറായി. പതിനൊന്നുമണിയുടെ എന്തൊരു ഭംഗി എല്ലായിടത്തും ഉണ്ട് അയാൾ. അപ്പോൾ കഴിച്ച് നമ്മളിതാ വടക്കുന്നാഥെല്ലാം തൊഴുതു ഇറങ്ങി അല്ലേ മോളിസ്? എന്തിരിക്കണേ വരുന്നിട്ടോ വിഷുട്ടൻ നെഞ്ചത്തേക്ക് കാറുന്നുണ്ട്. വിഷു കഴിഞ്ഞിട്ട് അവൾക്ക് നമ്മൾ വടക്കുന്നാഥന് ചെറിയ കുട്ടികൾക്ക് ഒരു ഇത് കൊടുക്കണ്ടായിരുന്നു. എന്ത് പറ? ലോക്കറ്റിന് വേണ്ടി അവിടെ കരയായിരുന്നു. ലോക്കറ്റ് വേണ്ടി കിട്ടി. ഇവള് പറയാതിരിക്കേണ്ട ചെറിയ കുട്ടികൾക്ക് കൊടുക്കുള്ളൂ. ഞാൻ എന്താ ചെറിയ കുട്ടിയല്ലേ? നമ്മളിവിടെ നിന്ന് വീട്ടിൽ പോയിട്ട് കഴിച്ച് അല്ലേ? എത്ര എക്സിബിഷൻ തൃശ്ശൂർ എക്സ്പ്രഷൻ എന്താ അവിടുന്ന് പറമേക്കാവ് തിരിഞ്ഞാൽ ഇപ്പുറത്ത് വടക്കുന്നുണ്ട്. ഇവിടെ തിരുവമ്പാടി നമ്മൾ തൊഴുതൂട്ട് അപ്പുറത്തെ സൈഡാണ് തിരുവമ്പാടി. ഡാഡി ജ്യൂസ് ഗൈസ് നമ്മുടെ എക്സിബിഷൻ സൈഡിൽ നിന്ന് കുടിയാവുന്നേക്കാൾ കണ്ണൂർ കോക്ടൈലും കാരണം കയ്യിൽ ഞാൻ മാംഗോ ജ്യൂസിൽ വിത്തൗട്ട് ഷുഗർ ആടാ. ഗൈസ് എനിക്ക് മാംഗോ ജ്യൂസ് തന്നു കഴിഞ്ഞു. നമ്മളെ കണ്ണൂർ കോക്ടൈൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. 2 സ്പൂണുണ്ട്. വേണ്ടത് ചെറിയ എല്ലാം കൂടി മിക്സാ. പപ്പക്കായ മാത്രമല്ല ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഇല്ലേ മോളാ? ഗൈസ് അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. ഇനി ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വിശക്കുന്നുണ്ട്. ഉച്ചക്കുള്ള സദ്യ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ഇതൊന്ന് ഡ്രസ്സൊക്കെ മാറി വല്ല ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഓക്കെ. ഓ ഉച്ചക്കത്തെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. മാമ്പഴക്കൂട്ടാൻ, പുളിഞ്ചി, അച്ചാർ, ചോറ്, പയറുപ്പേരി, എന്താണ് പറയുക, ചൂടുണ്ട് പോകുന്നുണ്ട്. അയ്യാ സാമ്പാർ, ചൂടുണ്ട് ഗൈസ്. രാവിലെ തന്നെ നമ്മൾ ദോശ വയ്ക്കും. ഒരു ദോശയിലാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് നന്നായി ഫുഡ് കഴിക്കണ്ടേ? അപ്പോൾ നമുക്കൊരു ദോശയായിട്ട് തുടങ്ങാം. അടിപൊളി. വേണ്ട ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് വിഷു കട്ട കഴിക്കുന്നത്. അമ്മയുടെ ജോലിസ്ഥലത്ത് കൊടുത്താൽ കഴിച്ചു കൊട്ടെ ഞാൻ. എന്താ ഗൈസ്, നല്ല ചൂട് പായസം കണ്ടോ? ആഹാ, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കൊന്നും അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റെഡി ആവട്ടെ. ക്യാമറയുടെ മുമ്പിൽ വരണ്ട അമ്മ. അമ്മ ഇവിടെ പുളിയൊക്കെ കഴിയുള്ളൂ കേട്ടോ. അമ്മയുടെ പുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളിതൊക്കെ എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഇട്ടിട്ട് ഷുഗർ ഡയറ്റ് പായസം. എന്താ കഥ? വൗ നൈസ്. പായസം റെഡി ആവട്ടെ. സദ്യകളിൽ ഒരുവിധം അമ്മ എല്ലാം റെഡി ആയില്ലേ? അമ്മ എല്ലാം റെഡി. അമ്മ എല്ലാം ചെയ്തു. എൻ്റെ അമ്മ നല്ല കുട്ടിയാണ്. പായസം ഞാൻ ഇളക്കുന്നുണ്ട്. ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് എണ്ണ ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റില്ല. എണ്ണ ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റില്ല. ഞാൻ കാത്തിരുന്ന എൻ്റെ വിഷു സദ്യ എത്തി. ചൂടെടുക്കുന്നുണ്ട്. നമുക്ക് സദ്യയുടെ ഒരേ സംഭവങ്ങൾ വിളമ്പാം. ഫസ്റ്റ് തന്നെ കയ്യിൽ തള്ളിയിട്ടു അമ്മ. നമ്മളങ്ങനെ ഉപ്പേരികൾ അതന്നെ അവിയല്. മോനെ അവിയല് വിളമ്പാം. കുറച്ച് എനിക്ക് മാത്രം വിളമ്പുള്ളൂ. അരഞ്ച വിളമ്പിക്കോളാം. എന്താ പുളിഞ്ചി അച്ചാർ അവിടെ അച്ചാറ്. എന്തുട്ടാ ചക്കൽശ്ശേരി. ആ ഇതെനിക്ക് വേണ്ടല്ല പറഞ്ഞു. പുളിഞ്ചോളം ഇത് ആരോഗ്യം ചക്കൽശ്ശേരി കാണുന്നത് ഗൈസ്. എന്നെ പുളിഞ്ചിക്കൊക്കെ ഇടാ ഒരു സ്ഥലം ഉണ്ട്. എന്റെ നന്ദനെ ഈ അറ്റത്താണ് പുളിഞ്ചി അച്ചാർ വിളമ്പ്. അച്ചാറ് പയറുപ്പേരി ഉണ്ട്. എന്നെ കാണണ്ട മക്കളെ. പയറുപ്പേരി ഉണ്ട്. പയറുപ്പേരി തരാൻ പറയുമോ നമ്മോട്? വലിയ പേരോട് പണിയിട്ടില്ല. ഇത് മാത്രമേ ഉള്ളൂ പയറുപ്പേരി. പയറുപ്പേരി ഉണ്ട്. പയറുപ്പേരിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ കുറേ ഇടും.
ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഇതാരുടെ ഇല്ലാന്ന് എനിക്കറിയില്ല. കുറച്ചിടാം മതി. ഇത് ചോറും സാമ്പാറും. അമ്മ ചോറും കൂടി തന്നാൽ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കും. അമ്മ വീഡിയോ നല്ല എന്തിട്ടാ ചൂടുണ്ടായിരുന്നു ചോറിന്. ഓ എന്ത് വീതി. നീ അവിടെ നിന്ന് ചിരിക്കും വലിച്ചിരി. വിളമ്പി ഇരുന്നോ? വിളമ്പി തരാം. ചോറ് വിളമ്പി. സാമ്പാറും മാമ്പഴ കൂട്ടാൻ അവിടെ അമ്മ എന്റെ വീഡിയോ ഇല്ല. വലിയ എടുക്കണില്ല. വലിയ കാണണില്ല. മതിയാ മാമ്പഴ കൂട്ട ഇവിടെ സാമ്പാർ നല്ലതാ. ഇവിടെ മാങ്ങയുടെ വണ്ടി നല്ല മാമ്പഴ കൂട്ടാൻ. നല്ല പഴുത്ത മാമ്പഴ കൂട്ടാൻ ഇവിടെ ഒഴിക്കുക. ഇത് ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴ കൂട്ടാൻ. പിന്നെ സാമ്പാർ ഇടതുവശത്തേക്കാണ് ഉണ്ടല്ലോ. ഇടതുവശം ഏതാ? എന്താ ചെയ്യാ? ഒക്കെ ഇങ്ങനെ നമ്മള് സാമ്പാർ നല്ല ചൂട് സാമ്പാർ. ഓക്കെ. പപ്പടം. പപ്പടം ഇങ്ങനെ ഇല്ലമ്മേ പൊടിഞ്ഞു. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പപ്പടം നമുക്കത് കഴിക്കാം. ഞാൻ ആദ്യം കഴിച്ചു തുടങ്ങട്ടെ മക്കളെ. എൻ്റെ വീഡിയോയിലേക്കുള്ളതാണേ. നിങ്ങൾ ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത്. അമ്മ കഴിക്കട്ടെ അമ്മേ. ഓക്കെ. എല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ കൂട്ടി കഴിക്കും. കൈയൊക്കെ കഴുകിയിട്ടാണ് ഞാൻ വന്നിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കും കൈ കഴുകിയില്ലേ ചോദിക്കേണ്ട. ഞാൻ കൈ കഴുകിയില്ലായിരുന്നു. ഇതെല്ലാം കൂടി ഇങ്ങനെ എടുക്കാം. പുളിഞ്ചി, ചക്കരശ്ശേരി, സാമ്പാർ, അച്ചാറ്, പപ്പടം, ഉപ്പേരി, അപ്പേരി ഒക്കെ ഉണ്ട്. അവിടെ നാളെ ഒരു നല്ല അടിപൊളി സദ്യ. പൊളി വേഷനെ കഴിക്കട്ടെ. അപ്പോൾ സദ്യ എങ്ങനെയുണ്ട്? അമ്മ അമ്മ ഇരുന്നിട്ടഞ്ഞില്ലേട്ടാ. അമ്മ അവിടെ മുടിക്ക് കെട്ടിച്ച്. അമ്മ ഉടുപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടാ. നോക്കി അമ്മ അങ്ങോട്ട് നോക്കൂ. നല്ല രസമാണ്. വലിയ കാണിച്ചിട്ടില്ലേ കേട്ടാ. കാണിക്കില്ലേ? പറ അഞ്ചു സദ്യനെ പറ്റി 2 വാക്ക്. എന്നെ പറ്റി 2 വാക്ക്. പിന്നെ നന്ദനെ പറ്റി 2 വാക്ക്. എനിക്കിത് വായിൽ തരാം. അതൊന്നും ചെയ്യില്ലല്ലേ. വിഷു ആണ്. പിന്നെ അനിയത്തിക്ക് വായിൽ തരികവള്. അതൊന്നും ഇല്ല. കഷ്ടമാണ് കഷ്ടം. ബൈ ഗൈസ് ബൈ. അമ്മ ഉണ്ടാക്കിയ സദ്യ ഉണ്ടോ? മോഡലിന്റെ സദ്യ. അമ്മ ഇങ്ങനെ ഉണ്ട് സദ്യ. എന്തിട്ടാന്ന് സദ്യ. ഈ പായസം കൂടി ആവണം. കുറച്ചായിട്ട് പായസം കൂടിയാവും. അല്ല അമ്മ കണ്ടേ പായസം ആണോ? പാല് കുറവൊക്കെ പറയാത്തില്ല. മേടിച്ചിട്ടില്ലേ? അപ്പൊ ഗൈസ് വയറ് ചോറ് കഴിച്ച് പൊട്ടിപ്പോ എന്തൊരു കാണണേ. ഇതില് ശബ്ദം കേൾക്കും. കോപ്പിറൈറ്റ് വരും. പറ വയറ് നിറഞ്ഞാ? അറിഞ്ഞില്ല. പകുതി എന്റെ വയറ് കൂട്ടും. ഈ പായസം കഴിക്കാനുള്ള ഇനി വയറില്ല. സത്യത്തിൽ നിനക്കുണ്ടോ വയറ്? എന്താ സേമിയ പായസം ഉണ്ട്, ഗോതമ്പ് പായസം ഉണ്ട്, വിഷുക്കട്ടയുണ്ട്. ഞാൻ ആദ്യത്തെ വിഷുക്കട്ട കഴിക്കണം. നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് നാട്ട് അടിപൊളി നല്ല ടേസ്റ്റ്. ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോയിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയാ അമ്മയും മോള് കൂടെ കഴിച്ച് ഞാൻ പറയായിരുന്നു. അമ്മയും മോള് നല്ല ഇഷ്ടം ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് സ്റ്റണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ കണ്ടകശനിയെ കൊണ്ടേ പോവും. എന്നിട്ട് വരുന്നുണ്ട് ഞങ്ങളോ ആമാ അഞ്ജുന. ഞാൻ പറയാം അമ്മയും മോള് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആരോടാ? വീഡിയോയില്. വാ ഞാൻ അവൾക്ക് പായസം വാ എന്തിനാ നിമ്മലുമ്പോ തന്നെ പൈസ എടുത്ത് കുടിച്ചോളൂ. അമ്മ വരുമോ? കണ്ട നിമ്മലുമ്പോ വീട് സ്വന്തം വീട് പോലെ എന്താ കാണാറില്ലേ? അല്ലെ പിന്നെ അതിലേക്കിടമേ ഇരുട്ടല്ലെങ്കിൽ എന്നെ അഞ്ജുവാ. ഞാൻ നിന്നോട് പറഞ്ഞു കോപ്പിറൈറ്റ് ഇടുന്നു. സൗകര്യം പറയാ. പൊളിക്കാന്ന് പറ. ഇപ്പൊ കിട്ടും അഞ്ജുന്. ഇവിടെ നീങ്ങിരിക്കും. ഇവള് പറയാ അമ്മ ഇത് ചൂടുണ്ടാ ആ ഫാൻ ഇടാൻ പോണ പോക്കാട്ടാ. വാ അമ്മേ മെല്ലും പറ വിഷുവായിട്ട് വർത്താനം. അമ്മ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരുമോ? എന്നിട്ട് പറയാം അപ്പൊ നമ്മുടെ വിഷു അങ്ങനെ. അയ്യോ ചൂടുണ്ട് സത്യത്തില്. വരുത്തു നമ്മൾ ഈ ഫാൻ ഓഫ് ചെയ്ത അല്ലെങ്കിൽ ഈ കരകരാന്നുള്ള ശബ്ദം കേൾക്കണേ. വാഞ്ചുവാ ഒരു ഫാമിലി കഴിഞ്ഞു. 1 മണി നേരത്താണ് കുളിച്ചത്. മക്കള് പണിയെടുത്ത കാരണം കൊണ്ട് മക്കളൊക്കെ പണിയെടുത്ത് പാവല്ലാതെ കൊടുത്ത് നാളികേരം ചിരകി അമ്മയുടെ കയ്യിൽ എല്ലാ പണികളും എന്റെ മക്കള് ചെയ്തു. ഞാനിങ്ങനെ കാലിട്ട് ഇങ്ങനെ വിറപ്പിച്ചിരുന്നു. അത് ഞാൻ ബിഗ് ബോസിൽ വിറപ്പിച്ചത് അമ്മയുടെ ചെയ്തു. മക്കള് അവിയല് വെച്ചു, സാമ്പാർ വെച്ചു, പുളിഞ്ചി വെച്ചു. അവിയലിലെ കഷ്ണം ഞാൻ ഇന്നലെ രാത്രി 2:30 നേരി. അതില് 1.5 കഷ്ണം എന്തായാലും
കയ്പങ്ങ കയ്പക്കായ കയ്പക്കായ അരിഞ്ഞു വെച്ചു. സാരില്ലേ, ഇപ്പൊ അവിയലൊരു കയ്പൂല്ല. എന്നിട്ട് അമ്മ ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അത് കഴിഞ്ഞു. എല്ലാ പണികളും എന്റെ 2 അവിയല് മക്കൾ സ്വയം എനിക്കൊന്നും ചെയ്യണ്ട വന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ പടക്കം പൊട്ടിച്ച് ഞങ്ങള് കണി വെച്ചത് ഞങ്ങള് അടുക്കളയിലെ എല്ലാ പണികളും ഡ്രസ്സ് വരെ എന്റെ തിരുമ്പിട്ടത് എന്റെ കുട്ടികളാട്ടാ. 2 മക്കള് ഇങ്ങനെ പൊന്നു പോലത്തെ മക്കളാട്ടാ 2 പേരും. ഹാപ്പി വിഷു. അമ്മയും മോളും തല്ലൂടിന്റെ കേസ് ഞാൻ അവിടെ പറയിപ്പോ ഞാൻ പറയണ്ട. ഞാൻ പറയാം വന്നിരിക്കും കഥ പറ കഥയാണെങ്കിൽ മൊത്തത്തിൽ തന്നെ പറയണ്ട. ലേറ്റിട്ടമ്മ എന്നമ്മത് എന്നമ്മാ എന്തോ ചൂടെടുക്കണില്ലേ? എനിക്ക് നേരില്ലേ അങ്ങ് പോട്ടെ. ആ കഥ പറ. അമ്മയും മോളും തല്ലൂടി പൊരിഞ്ഞടിയോടടി എനിക്കത് കാണുമ്പോ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ചു വരുത്തിക്കാരാണ് പിന്നെ എന്റെ ചേച്ചി തിരിച്ചു വന്നത് അല്ലേ പറയൂ. ഞാൻ എന്റെ മൂത്ത മരുമകനെ കുറിച്ച് പറയട്ടെ. പാവം കുട്ടിയാണ്. അവൻ വന്ന് ഞാൻ വിഷു കഴിഞ്ഞിട്ടും കീറുന്ന് പറഞ്ഞോണ്ടിരിക്കും എന്റെ അമ്മ. കാല് എന്നോട് ശമ്പളപ്പണി തീർന്നോളം പറഞ്ഞു. മക്കളെല്ലാം ചെയ്തു. 6 കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കി, ചോറ് വെച്ചു, പായസം ഉണ്ടാക്കി. എന്റെ ഡ്രസ്സ് വരെ അവര് തിരുമ്പിട്ട് ഉണങ്ങി തേച്ചു ഇതേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു പണിയില്ല എനിക്ക്. എന്നോട് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ചായ വെച്ച് അടുത്തേക്ക് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും അമ്മമാർക്ക് മക്കളെ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അതേപോലത്തെ മക്കളാണ് കേട്ടാ. ബൈ ഗൈസ്. എല്ലാവർക്കും തന്നെ അറിയാലോ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ. ഭക്ഷണം കഴിച്ചതിന്റെ ക്ഷീണത്തിലാണ് ഞാൻ. കിടന്നുറങ്ങട്ടെ കേട്ടോ. എനിക്ക് എന്റെ ബ്ലോഗ് തുടങ്ങും. വിഷു ഇപ്പൊ വെല്ലുമീൻ വെല്ലുമയുടെ പിള്ളേരൊക്കെ വരുന്നുണ്ടമ്മ. ഉറങ്ങാൻ പറ്റില്ല, ഇപ്പൊ വരുന്നു. അവരെ വെയിറ്റ് ചെയ്തിരിക്കണം നമ്മള്. ചേട്ടാ OTP അയച്ചിണ്ടാ? നമ്മള് മീഷോടെ ആരെയോ വിളിച്ചോണ്ടിരിക്കണം. ഓക്കെ 78 24 ഓക്കെ ഒരു മിനിറ്റ് അമ്മ ഇത് അവസരപ്പിക്കട്ടെ. ഞാൻ നിൽക്കട്ടെ. അപ്പൊ നമ്മള് കിടന്നുറങ്ങട്ടെ അല്ലേ ജോ? കിടന്നുറങ്ങിട്ട് ബാക്കി ബ്ലോഗ് കാണിക്കാം അല്ലേ? ബാക്കി ബ്ലോഗ് പറ. ബൈ പറ സൗദ. ബൈ പറ സൗദ. ബൈ. ശരി ഗൈസ് ബൈ. നൈറ്റ് ഇട്ടിട്ട് ഒരാള് വെളുത്തൂരുന്ന് മനുഷ്യന്റെ ബാക്കുകൾ തന്നെ പോ. നല്ല നൈറ്റ്ഷാണ്, പുതിയ നൈറ്റ്ഷാണോ വിജി? ഞങ്ങൾ ഉറങ്ങാനൊന്നും സമ്മതിക്കില്ല അല്ലേ? ഞാൻ ഒന്ന് കണ്ണടച്ച് വന്നപ്പോഴേക്കും ബെല്ലടിക്കണ ഒരാൾ ഇവിടെ. എന്താണ് ഉദ്ദേശം? ക്യൂട്ട്നെസ് വാരിയറിയണോ ക്യാമറയിൽ നോക്കിയിട്ട് മിണ്ടാണ്ടിരിക്കണു. ഇങ്ങനെയൊക്കെ ഇതൊക്കെ എടുത്തോണ്ടു ഇടും. നിന്റെ ഭർത്താവ് എവിടെ മോളെ? ഭർത്താവ് വീട്ടിലില്ല. ഭർത്താവ് ഇല്ല, വീട്ടിലെ പുറത്തേക്ക് പോയിക്കാം. ഇപ്പൊ വീട്ടിലെന്ന് പറഞ്ഞ ഗൈസ് നോണ പറയുന്നു. അമ്മ അപ്പോ ഇതാണ് അമ്മ. 2 മുതുക്കി പിള്ളേരുണ്ട്, കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നേ. ഒരു മുതുക്കി അവിടെ നടന്നു തരണുണ്ടോ? നിന്നെ ട്രൗസർ കാണാനില്ല വിളിക്കണം. ഒരു മുതുക്കി ഇവിടെ വന്ന് ഒരാൾ ഇവിടെ കണ്ടോ ഗൈസ്? അപ്പൊ വിഷുവിന്റെ സദ്യ കഴിച്ചത് നിങ്ങള്? എന്തായാലും സ്പെഷ്യൽ പായസം. ഇവള് പലതും വിചാരിക്കുന്ന ഒരു പ്രായാണ്. എന്താ ചെയ്യാ? തട്ടിവിട്ടാ ചോറ് അത് കാണാണ്ട് ശരീരത്ത് തട്ടിവിട്ട അന്നല്ലതാ കുറച്ച് കഴിച്ചാൽ മതി. അപ്പൂസ് കുറച്ച് കൂടുന്നുണ്ട്. എന്തൊരു ശാന്ത പറഞ്ഞ എന്റെ കൂടെ അവിടെ കുച്ചിട്ടിട്ട് പോവാനുള്ള ഉദ്ദേശമാണ്. അപ്പൊ നമ്മൾ ഇവരൊക്കെ വന്നിട്ടുണ്ട്. ശല്യങ്ങൾ എപ്പോ പോകുന്നു? നിങ്ങളിത് പോളില്ലേ? ദൈവമേ സ്തുതി. അമ്മുയാ അപ്പൂസ് എന്ത് ചെയ്യാൻ അവിടെ? അപ്പൂസ് ക്യൂട്ട്നെസ് അമ്മയുടെ പോലെ ക്യൂട്ട്നെസ് വിതറാണ്. മതി കുട്ടികളൊക്കെ കാണിച്ചത്. ഓക്കെ അമ്മൂന് ഇപ്പൊ എന്താ ശബ്ദം? നമ്മൊന്നും കൂടി ശബ്ദം ഇതമ്മ വിജയിച്ച് ബിന്ദു പഠിക്കില്ലേ? ഇപ്പൊ ശബ്ദം വരും. അതിലും മുട്ടയിച്ചിട്ടോ ചേച്ചിയെ? സെറ്റായി കൊങ്ങും തരട്ടെ. വിജയിച്ച് നമുക്കിത് വേഷം കെട്ടിക്കാം ഗൈസ്. ഞാൻ പൂട്ടാ വണ്ടി വിളിച്ചിട്ട്. പറിച്ചു നോക്കിയാ മുടിക്കിട്ട് ഫ്രണ്ടിക്കിട്ട് വിജി വിട് വിജയിച്ചിട്ട് ഫ്രണ്ടിക്ക് ഇങ്ങനെ ഇട്. അതല്ലേ കൂറ തുപ്പിയാ സോഫ കമ്പറ്റിലേക്ക് നീ തുപ്പിയത്.
ആ ഡയലോഗ് പറ വിജയിച്ചു നിക്ക് ആ പറ പറ വിജയിച്ചി വിജയിച്ചി പറ ഡയലോഗ് ഒരു ഡയലോഗ് പറഞ്ഞെടുക്ക് ഒരു ഡയലോഗ് പറഞ്ഞെടുക്കടി പറ അഭിനയിക്ക് ആ വിജയ് 5 ഡയലോഗ് പറഞ്ഞെടുക്ക് എനിക്കറിയണ്ടേ സോറി വിജയിച്ചിടെ ബിന്ദു പണിക്കരാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഏതാ പടത്തിന്റെ പേര്? സൂത്രധാരത്തിലെ ബിന്ദു പണിക്കരാണ് ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ ആക്ഷൻ. ആകാശിന് പൈസ ഇല്ലാത്തവൻ ഡോക്ടറായിരിക്കണം. എന്തേ തന്റെ അച്ചാറും ഡോക്ടറാവോ? ഇന്നലെ താൻ മുകളിലത്തെ റൂമിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ടോ? ഇന്നലെ താൻ ഡോക്ടർ അത്രയാ ഡോക്ടർ. കാക്കാശിന് പൈസ ഇല്ലാത്തവനാ അച്ചാറും ഡോക്ടറാവോ? ഞങ്ങൾ ഒരു റീൽസിനായിട്ട് അമ്മൂമ്മ നടന്നു വരുന്നുണ്ട് ഗൈസ്. അമ്മൂമ്മനെ കാണിച്ചു തരാട്ടോ. അവന്റെ അമ്മൂമ്മ ആലമ്പാടി വരുന്നുണ്ട്. ഇവിടെ പായസം കുടിച്ച ഒരാള് അമ്മൂമ്മ വേർത്തു കയറി വന്നിട്ട് നടക്ക വിജയ് നടക്ക് പാട്ട് വെക്കാതെ വെച്ചോ. അതല്ല ആടേലൊക്കെ തന്നെ നല്ല നട്ടപ്പറ വെയിലത്താണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മുടെ ആ റീല് ഇന്ന് ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഇറക്കണം. എന്നാ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന പാട് 1.5 ഈ ഉടുപ്പിട്ടാ 1.5 പാടായിരുന്നു ഗൈസ്. വിജയിക്കാൻ മുണ്ടകം പാടത്തെ കൊത്തും മുണ്ടകം പാടത്തെ ഇതമ്പ മുണ്ടകപ്പാടത്തെ തഞ്ചിച്ചും കൊഞ്ചിച്ചും കാണാനെത്തിയ പാട്ടാണ്. പുലിക്കളി കളിക്കേ മുണ്ടകൻ പാടത്തെ അതൊക്കെ യൂട്യൂബിലിട്ട് ഞാൻ നിങ്ങളെ നാട്ടിക്കിരണ്ട്. അയ്യോ ആരോടൊന്നും പാണം പറ്റി വിളിക്കില്ല. അപ്പൊ ഗൈസ് ഇവിടെ അമ്മയും വല്യമ്മയൊക്കെ പോയി. എന്റെ വല്യമ്മോട്ടോ ഇവരുടെ അമ്മൂമ്മയൊക്കെ പോയി. അത് വിഷു ഇവിടെയാണ് നിൽക്കുന്നത്. അതെ. അപ്പൊ നമ്മുടെ വിഷു വീഡിയോ എത്ര ഉള്ളൂ അല്ലേ? കഴിഞ്ഞല്ലേ? കേട്ടോ ഗൈസ് വിഷു വീഡിയോ. അതെ അതെ വീഡിയോ ഇഷ്ടം. അപ്പൊ നമ്മുടെ വിഷു ഒക്കെ അടിച്ചു പൊളിച്ച് നമ്മൾ ഇതെന്തിട്ടാ എത്രക്ക് 10 കയ്യാ. അപ്പോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.